വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അയല മീൻ കറി നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ആവശ്യമായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 തക്കാളി വലുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷമാണ് നമ്മളിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ആഡാക്കി കൊടുക്കാം. ഞാനതൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ സാധാ ഒരു നാടൻ മീൻകറി രൂപത്തിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളകും കൂടി ഒന്നും ഒരുപാട് ഏറേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കുറഞ്ഞ എരിവ് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാ മസാലയും കൂടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലോട്ട് ഞാൻ വലിയ 2 വാളംപുളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ വാളംപുളി ഇതാ നന്നായിട്ട് നിരടി പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് പുളിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡാക്കി കൊടുക്കുക. എന്നാലും അത്യാവശ്യം കറി കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രമുള്ള നമ്മൾ ഇതിലോട്ട് മീനിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച കറിയിലോട്ടാണ് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 വലിയ അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ അയില അളവിലാണ് തൂക്കത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം മീനൊക്കെ നല്ലോണം ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. ശേഷം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ മീൻകറി ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കറിയൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ മുകളിലിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.